ജ്വലിപ്പിക്കേണ്ട കൃപാവരം. 2 തിമോഥെയോസ് 1:6 അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് തടവിലായിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരു ആത്മീയ മകനെ ഉണർത്തുവാൻ താൻ ആഗ്രഹിക്കുന്നു. തന്നിൽ ജ്വലിച്ച സുവിശേഷത്തിൻ്റെ ജ്വാല തന്നിൽ തന്നെ കെട്ടടങ്ങാതെ അടുത്ത തലമുറയിലേക്ക് പകരുവാൻ താൻ ആഗ്രഹിച്ചു. അതിനായി തിമോഥെയോസിനോട് നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ നിർദ്ദേശിക്കുന്നു. കൃപാവരങ്ങൾ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ദാനമാണ് എന്ന് നാം ആദ്യം തിരിച്ചറിയണം. ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്ത കൃപാവരങ്ങൾ നൽകുന്നു. എന്നാൽ വരം ഇല്ലായ്മയല്ല പ്രശ്നം, വരം ഉപയോഗിക്കാത്തതാണ് പ്രശ്നം. ഒരു സമയം കഴിഞ്ഞ് തീ അണഞ്ഞു പോകുന്നത് പോലെ കൃപാവരവും മങ്ങിപ്പോകാം. എന്നാൽ നാം അത് ജ്വലിപ്പിക്കണം. കൃപാവരത്തെ അവഗണിച്ചാൽ, ഉപയോഗിക്കാതിരുന്നാൽ, പ്രാർത്ഥനയിൽ കുറവുണ്ടായാൽ അത് അണഞ്ഞു പോകും. എന്നാൽ പ്രാർത്ഥനയുടെ ചൂട് വർദ്ധിച്ചാൽ, ദൈവവചനം നമ്മിൽ നിറഞ്ഞാൽ, ലഭിച്ച വരം നാം ഉപയോഗിപ്പാൻ തയ്യാറായാൽ നമ്മിലുള്ള കൃപാവരം ജ്വലിപ്പാൻ ഇടയാകും. പ്രിയമുള്ളവരെ, ഇന്നത്തെ സഭയ്ക്ക് ഏറ്റവും ആവശ്യം ജ്വലിക്കുന്ന ശുശ്രൂഷകന്മാരെയാണ്, സാക്ഷികളെയാണ്, ദൈവാനുഗ്രഹ വരങ്ങളെയാണ്. ജ്വലിക്കുന്ന ഹൃദയങ്ങളാണ് ദൈവരാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.